അതിന് നിന്നേക്കരുത്. കാരണം പണി കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ തലയിൽ വിടും. പണി ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത മുതലാളിമാരുള്ള വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ ഫോർഡ് എക്സ്പെഡീഷൻ്റെ ക്രാങ്ക് പുള്ളിയാണ്. ക്രാങ്ക് പുള്ളി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളർ വേണം. അപ്പോൾ ഈ ടൈപ്പ് വണ്ടികളിലൊക്കെ പണിയെടുത്തിട്ടുള്ളവർക്കറിയാം ഈ ഒരു ക്രാങ്ക് പുള്ളി റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിലുള്ള ഹുണ്ടായി, മാരുതി പോലുള്ള വണ്ടികളുടെ ക്രാങ്ക് പുള്ളി റിമൂവ് ചെയ്യുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഈ ക്രാങ്ക് പുള്ളിയുടെ ബോൾട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പുള്ളി ഊരി വരാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് നമ്മളിപ്പം ഉപയോഗിച്ചിരിക്കുന്ന ഇത് ഫോഴ്സിൻ്റെ ക്രാങ്ക് പുള്ളി റിമൂവറാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് ഇതൊക്കെ അഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജസ്റ്റ് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയും ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. ഈ ഒരു ടൈപ്പ് ക്രാങ്ക് പുള്ളി റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഔട്ടർ പോർഷനിൽ വെച്ചിട്ട് പുള്ളർ ഒരിക്കലും ലോഡാക്കരുത്. അങ്ങനെ ലോഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു ക്രാങ്ക് പുള്ളിയുടെ ഇടയിൽ കണ്ടോ ഒരു ഹാർമോണിക് വൈബ്രേഷൻ ഡാമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഔട്ടറിൽ വെച്ച് പുള്ളി ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റബ്ബറിൻ്റെ ഭാഗം മാത്രം പൊട്ടിയിട്ട് ഔട്ടർ മാത്രം പുറത്ത് വരും. ഇന്നർ, അതായത് ആ ഉള്ളിലത്തെ ആ ഒരു മെറ്റലിൻ്റെ ഭാഗം അവിടെ തന്നെ ലോക്കായിട്ടിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞത് അത്ര ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇത് അഴിക്കുമ്പോൾ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഊരിപ്പോയെന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ ഈ ഒരു കംപ്ലീറ്റ് പുള്ളി ക്രാങ്ക് പുള്ളി സെറ്റായിട്ട് നമുക്ക് മാറേണ്ടി വരും. അത് നല്ല കോസ്റ്റും വരും. ഈ ഒരു പുള്ളറിൻ്റെ പ്രത്യേകത, ഈ ഒരു 3 ലെഗും നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പുള്ളിയിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റും. അതിനുള്ള സ്ലോട്ടും ആ പുള്ളിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് പുള്ളറുകൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊള്ളിച്ച് പിടിച്ച് ടൈറ്റാക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇതിൽ ഉണ്ടാവില്ല. മാത്രമല്ല ഈ ഒരു പുള്ളർ സെറ്റിൻ്റെ കൂടെ പുള്ളിങ് റാഡും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പുള്ളിങ് റാഡും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ബോൾട്ടുകളും കാര്യങ്ങളും തപ്പി നടക്കേണ്ട ആവശ്യമില്ല. പണി ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത മുതലാളിമാരുള്ള വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അവർ ചിലപ്പം സാധാരണ പുള്ളർ വെച്ചൊക്കെ അഴിക്കാൻ പറയും. അതിന് നിന്നേക്കരുത്. കാരണം പണി കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ തലയിൽ വിടും. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള പുള്ളറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അഴിക്കാൻ വേണ്ടി ശ്രമിക്കാവുള്ളൂ.